ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് പോണത്. ശ്രീ വെള്ളടിക്കുന്ന് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം. അപ്പോൾ പ്രിയമ്മയും അമ്മയൊക്കെ സെറ്റ് മുണ്ട് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണല്ലോ അമ്പലം. അമ്പലത്തിലെത്തി അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുതു ഘോഷയാത്രയൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇവരെ പ്രാവശ്യം വേഷം കെട്ടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതുവരെ വേഷം കെട്ടിച്ചിട്ടില്ല. അടുത്ത കൊല്ലെങ്കിലും കെട്ടിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നടക്കട്ടെ. അപ്പോൾ അതാ എല്ലാവരും അവിടെ സ്റ്റേജിൻ്റെ അവിടെ സീറ്റൊക്കെ പിടിച്ചു കിട്ടും. അപ്പോൾ അതാ ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഘോഷയാത്ര ആദ്യം ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോയി കേട്ടോ. കുറച്ച് ദൂരം നടന്നു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് ഘോഷയാത്ര എത്തി. കുറേ കുരുന്നുകൾ കണ്ടില്ലേ, കൃഷ്ണനായി രാധയായിട്ടൊക്കെ വേഷം കെട്ടിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത്. ഈ ഉറിയടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ അവർ ഘോഷയാത്ര ചെരുപ്പൂർ അമ്പലത്തിൽ നിന്നൊക്കെയാണ് കേട്ടോ വരുന്നത്. അതിൻ്റേതായ ക്ഷീണം ഉണ്ട് എല്ലാവരുടെ മുഖത്തും. പല കൃഷ്ണന്മാരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ക്ഷീണിതരായിട്ട്. അത് കഴിഞ്ഞ് അവരെല്ലാവരും അവിടെ ഇരുത്തിയിട്ട് വെള്ളം കൊടുത്തിട്ട് സർവത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ പൊതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ അവില്, മലര്, ലഡ്ഡു, ചിലർക്ക് ഉണ്ണിയപ്പം, അതൊക്കെ ആയിരുന്നു. എല്ലാവർക്കും കിട്ടി. ഓരോരുത്തർക്കും ഓരോന്ന് എന്നുള്ള രീതിയിൽ തന്നെ കിട്ടിയിട്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തോ, ഞങ്ങളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്, യൂട്യൂബിൽ വരട്ടെ പറഞ്ഞിട്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ എടുത്തു വിട്ടോ, ഞാൻ എല്ലാവരെയും വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതാ വെള്ളം തന്നു കേട്ടോ. വെള്ളം ഞങ്ങളുടെ അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞു കേട്ടോ. അമ്മയ്ക്കൊന്നും വെള്ളം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണന്മാരുടെയും രാധമാരുടെയും നൃത്യങ്ങളായിരുന്നു. അവരൊരു പാട്ട് വെച്ചിട്ട് ജസ്റ്റ് കളിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് അവർ പഠിച്ചു വന്നതൊന്നും അല്ലാന്ന് തോന്നി. കാരണം ജസ്റ്റ് ഒരു പാട്ട് വെച്ചപ്പോൾ കളിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില കൃഷ്ണന്മാർ അവിടെ പിണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കൂട്ടത്തിലൊന്നും രാധമാരുടെ കൂട്ടത്തിലൊന്നും കൂടുന്നില്ല. പിന്നെ അത് ഉറിയടി മത്സരമായിരുന്നു. ആദ്യത്തെ റൗണ്ട് എല്ലാവരും അടിച്ചു, പക്ഷെ പൊട്ടിയില്ല കേട്ടോ. അത്രയും ബലം ഉണ്ടല്ലോ അത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിലാണ് ഉറി പൊട്ടിയത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ എല്ലാവരും ആഞ്ഞ് പരിശ്രമിച്ചു. പകുതിയൊക്കെ പൊട്ടിയിട്ടിരിക്കണ്ടായിരുന്നു. ഇപ്പം പൊട്ടു എന്നുള്ളതിൽ പ്രോത്സാഹനമൊക്കെ പാക്കെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് വേറെ ഒന്നുമില്ല, പാട്ട് വെച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതാ രണ്ടാമത്തെ ഈ റൗണ്ടിലാണ് തോന്നുന്നുണ്ട് കേട്ടോ പൊട്ടിയത്. പൊട്ടിക്കഴിഞ്ഞപ്പോൾ മിഠായി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങോട്ട് ഓടിപ്പോയിട്ട് എല്ലാവരും ബേബി നോക്കിക്കായിരുന്നു. അപ്പോൾ ഓടിപ്പോയി പിറക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ബേബി കുട്ടി പോയിട്ട് കുറേ മിഠായി പിറക്കിയിട്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ ഇപ്പോൾ ഇങ്ങനെ ഈ പ്രായത്തിലൊക്കെ കുട്ടികൾ ഇങ്ങനെ വേഷം കെട്ടുന്നതും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണാൻ. എനിക്ക് ബേബീനെ വേദന അടുത്തല്ലെങ്കിലും കെട്ടിക്കണം എന്നുണ്ട് കേട്ടോ. അതാ ഇതിലാണ് പൊട്ടിയത്. അങ്ങനെ ഉറി പൊട്ടി മിഠായി വീണു. കുട്ടികളെല്ലാവരും സന്തോഷത്തോടെ അത് പോയി പെറുക്കി. അത്രയേ ഉള്ളൂ കേട്ടോ ഒരു വീഡിയോ. അത് കഴിഞ്ഞപ്പോൾ ലഘുഭക്ഷണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഉപ്പുമാവ്. പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആരെങ്കിലും ശ്രീകൃഷ്ണ ജയന്തിക്ക് വേഷം കിട്ടിയവരുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അതൊക്കെ ഓർമ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.